ഫ്രണ്ട്സ്, അസാബിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്രാജുവേറ്റ് ഇൻറ്റേൺ, അതായത് ഇൻറ്റേൺഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് KIDCൻ്റെ വിളിച്ചിട്ടുണ്ട്, KLDCൻ്റെ ഉണ്ട്, പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് വിവിധ ജില്ലകളിലായിട്ട് വേക്കൻസികളുണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് എന്താണെന്ന് അറിയാത്തവർ കേട്ടാണ്, അറിയുന്നവർ ആയിരിക്കാം ഭൂരിഭാഗം. ഇനി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു ഫ്രഷറായിട്ട് നിൽക്കുകയാണ്, നമുക്ക് വേറെ കമ്പനിയിലേക്ക് കയറാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ്. കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും പാടെ സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങളും പ്രാക്ടിക്കൽ നോളജും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതിനായിട്ട് നമുക്ക് കിട്ടുന്നൊരു അവസരമാണ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ഇവിടെ നിൽക്കണം ഇൻറ്റേൺഷിപ്പിൻ്റെ ആ ഒരു സ്റ്റൈപ്പൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 മുതൽ 18,000 പെർ മന്ത് നിങ്ങൾക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം പ്രൈവറ്റ് സെക്ടറിലൊക്കെ നമ്മൾ ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിൽ ട്രെയിനിങ്ങിനൊക്കെ കയറുകയാണെങ്കിൽ, അത് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് അങ്ങോട്ട് കെട്ടി വെക്കണം. അവർക്ക് ആ ഒരു ട്രെയിനിങ് കോസ്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും വേണം, അങ്ങോട്ട് കൊടുക്കേണ്ട അവസരമുണ്ട്. അപ്പോൾ ഇത്തരം അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്, അതുപോലെ പഠിച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്ന അവസരങ്ങളുണ്ട്. അതൊക്കെ മാക്സിമം നമ്മൾ ചെയ്ത് അത്തരം സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ കരസ്ഥമാക്കി വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ലിങ്ക്ഡിനിലൊക്കെ നമ്മൾ പ്രൊഫൈലൊക്കെ സെറ്റാക്കി ഇത്തരം പ്രൈവറ്റ് സെക്ടറിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും പാട് ഈസി ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വലിയൊരു നമ്മുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ആദ്യം നോക്കുന്നത് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ KIDCൻ്റെ ആണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കി കാണിക്കാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഓരോന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് പാലക്കാടും കണ്ണൂരിലാണ്, ഓരോരോ വേക്കൻസികളാണ്, ഫ്രഷറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാം 2 വേക്കൻസി. അത് ഈ പറയുന്ന BTech സിവിൽ അല്ലെങ്കിൽ BE ട്രെയിനി അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ ME ട്രെയിനിങ്ങിനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ സിവിലാണ് ഡിസിപ്ലിൻ വേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് 10,000 മുതൽ 18,000 ആയിരിക്കും അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ലഭിക്കുക. പാലക്കാടും കണ്ണൂരാണ്. 1 ഇയർ ആണ് ട്രെയിനിങ് ഡ്യൂറേഷൻ. അതുപോലെ 22 ഏപ്രിൽ വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന KIDC എന്ന് പറയുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സംരംഭമാണ്. ഫുള്ളി ഓണർഷിപ്പ് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലാണ് ഇത് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇതിലാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് വേക്കൻസി. അത് ഈ പറഞ്ഞിരിക്കുന്ന വേക്കൻസി വന്നിരിക്കുന്നത്. അടുത്ത നമ്മൾ ഗോ ബാക്ക് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഇത് ഓരോന്നും എനിക്ക് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം, അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ തരാം കേട്ടോ. അടുത്തത് KLDC ആണ്. KLDC ഓപ്പൺ ആക്കുന്നു. KLDC ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും 3 വേക്കൻസി ഉണ്ട്. BTech സിവിലാണ് ഇതിലേക്ക്. ഇടുക്കി 1, വയനാട് 2 ആണ്. 12,000 ആണ് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഉള്ളത്. അതുപോലെ തന്നെ 1 ഇയർ ഡ്യൂറേഷൻ 22 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് വരുന്നതും നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ളത് തന്നെയാണ്. ഇതിന് അടുത്തത് ഗോ ബാക്ക്, വീണ്ടും നമ്മൾ പഴയ പേജിലേക്ക് പോകുന്നു. ഇനി ഇവിടെ കാണാം ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണാം 14 വേക്കൻസി ഉണ്ട്. കോട്ടയം 1, ഇടുക്കി 5, പാലക്കാട് 3, മലപ്പുറം 1, വയനാട് 4 ഇങ്ങനെയാണ്. ഓക്കെ, BTech സിവിൽ തന്നെയാണ്. ഇതിലേക്കും 10,000 ആണ് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റൈപ്പൻ്റെ എമൗണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരാം, അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരിക, GeoCLGLandൻ്റെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ജോബ്സിലൂടെ കാണാം അപ്ലൈ ഫോർ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ പോസ്റ്റ് എന്നാണ് ഇവിടെ കാണാം. ഇനി ഇവിടെ കണ്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. പുതിയ പോസ്റ്റ് വരുമ്പോൾ മുകളിൽ വന്ന് നിൽക്കും കേട്ടോ. ഇനി ഇവിടെ വന്നില്ല റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. ഈ ഫസ്റ്റ് ടേം ഓർത്ത് വെച്ചാൽ മതി, അപ്ലൈ ഫോർ ഗ്രാജുവേറ്റ് എന്നുള്ള ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്താൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഞാനിവിടെ അപ്ലൈ ഫോർ ഗ്രാജുവേറ്റ് ഇൻറ്റേൺ പോസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങളും ടേബിൾ വൈസ് ഡീറ്റെയിൽസ് ആയ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഇനി ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2 ക്ലിക്ക് ചെയ്താലും സെയിം ലിങ്ക് തന്നെയാണ് വരിക കേട്ടോ. കാരണം ഞാൻ സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഞാൻ ഇനിഷ്യലി ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ ഒരു പേജ് തന്നെയാണ് നിങ്ങൾക്ക് കാണിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഏതാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ജില്ലയിലാണോ ഏത് ഇൻറ്റേൺഷിപ്പാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതാണ് ഗ്രാജുവേറ്റ് ഇൻറ്റേൺ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് മറ്റേതാണ് ആവശ്യമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ മുകളിൽ കണ്ടത് നിങ്ങൾക്ക് അപ്ലൈ ബട്ടൺ, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഫേസ്ബുക്ക് വെച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും, അതുപോലെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തോളൂ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇവിടെ കണക്ട് വിത്ത് ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതാണെന്ന് ചോദിക്കും. ആ മെയിൽ ID ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിതിൽ സൈനിങ് ആവും. സൈനിങ് ആയിട്ട് അവർ എന്ത് ചെയ്യണം, നമ്മളെ ഈ പറയുന്ന അത് വെരിഫൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സൈനിങ് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണും. ഇപ്പോൾ സൈനിങ് ലോഗിൻ എന്നുള്ളത് ഇവിടെ നിങ്ങളുടെ പേര് കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ കണക്ട് വിത്ത് ഗൂഗിൾ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഒരുപാട് മെയിൽ ID ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇത് ഇവിടെ വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യാത്ത വീഡിയോ അതുകൊണ്ടാണ്. അപ്പം എൻ്റെ പേഴ്സണൽ മെയിൽ ID ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാനതിവിടെ കാണിക്കാത്തത്.
ഓക്കെ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ കണക്ട് വിത്ത് ഗൂഗിളോ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക, അത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ ഈ പറയുന്ന സൈൻ അപ്പ് എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, നിങ്ങളുടെ പേര് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണിക്കും. അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പോൾ അത് അവർ വെരിഫൈ ചെയ്തിട്ട് അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ പോയ പേജിൽ തന്നെ വരും. അവിടെ നിങ്ങൾക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഇത് ടെക്നിക്കൽ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആ കോൺടാക്ട് ഉള്ളതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവരെ. ഓക്കെ. ഇനി നമ്മളെ ഈ പറയുന്ന എന്താണ്, നിങ്ങൾ ഇൻസ്റ്റ വഴിയോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റ വഴി കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.